ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ പടരുന്നു. ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ രൂക്ഷമായതോടെ 3 ലക്ഷം പേരെ വിവിധ മേഖലകളിൽ നിന്ന് ഒഴിപ്പിച്ചു. സ്പെയിൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായ ഉഷ്ണതരംഗവും ശക്തമായ വരണ്ട കാറ്റുമാണ് കാട്ടുതീ വേഗത്തിൽ പടരാൻ കാരണം. സ്പെയിൻ തലസ്ഥാനമായ മാഡ്രിഡിന് സമീപവും അവില പ്രവിശ്യയിലും പടർന്നു പിടിച്ച 2 വൻ കാട്ടുതീ ഒന്നായി മാറി. ഫ്രാൻസിൽ വിനോദസഞ്ചാര കേന്ദ്രമായ കാപ് ഫെറ ഉപദ്വീപിൽ നിന്ന് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ബോട്ട് മാർഗം ഒഴിപ്പിച്ചു. 19,000 ഹെക്ടറിലധികം വനം ഇവിടെ കത്തി നശിച്ചു. സ്ഥിതി നിയന്ത്രണാതീതമായതോടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യൂറോപ്യൻ യൂണിയന്റെ സഹായം തേടി. ബഹ്റൈനിൽ അപായ സൈറനുകൾ. സൗദി അറേബ്യയിലെ യാൻബു, ജിസാൻ മേഖലകളിൽ അടിയന്തര ജാഗ്രതാ മുന്നറിയിപ്പ്. അടിയന്തര അപായ മുന്നറിയിപ്പ് സിവിൽ ഡിഫൻസ് പിന്നീട് പിൻവലിച്ചു. അപകട ഭീഷണിയെക്കുറിച്ച് നാഷണൽ ഏർലി വാർണിംഗ് പ്ലാറ്റ്ഫോം വഴി ജനങ്ങൾക്ക് നൽകിയ ജാഗ്രതാ നിർദ്ദേശമാണ് ഒഴിവാക്കിയത്. മേഖലയിലെ അപായ ഭീഷണി ഒഴിഞ്ഞതായി അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അപായ മുന്നറിയിപ്പിലേക്ക് നയിച്ച അടിയന്തര സാഹചര്യത്തിന്റെ കൃത്യമായ കാരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ സിവിൽ ഡിഫൻസ് പുറത്തുവിട്ടിട്ടില്ല. മുന്നറിയിപ്പ് പിൻവലിച്ചെങ്കിലും സുരക്ഷ മുൻനിർത്തി അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ബാധിത പ്രദേശങ്ങളിൽ ജനങ്ങൾ തടിച്ചുകൂടരുതെന്നും ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തി പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇറാൻ സമുദ്രാതിർത്തിയിലെ ആക്രമണത്തിൽ 28 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരെന്ന് എംബസി. ഇറാന്റെ സമുദ്രാതിർത്തിയിൽ വെച്ച് ആക്രമണത്തിന് ഇരയായ മൊസാംബിക് പതാകയേന്തിയ ദിശ എന്ന LPG ടാങ്കർ കപ്പലിലെ 28 ഇന്ത്യൻ ജീവനക്കാരും പൂർണ്ണ സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. സംഭവത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും കപ്പലിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും എംബസി വ്യക്തമാക്കി. മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുന്ന പശ്ചാത്തലത്തിലാണ് കടൽ മാർഗമുള്ള ചരക്ക് നീക്കങ്ങൾക്ക് ഭീഷണി ഉയർത്തി പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. CJPയും പ്രതിപക്ഷവും സമരം ശക്തമാക്കിയതിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇന്ന് ഉച്ചയോടെയാണ് രാജി പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് രാജിക്കത്ത് നൽകിയത്. സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു പ്രധാന്റെ രാജി. പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് സമരക്കാരും തീരുമാനമെടുത്തതോടെയാണ് കേന്ദ്ര സർക്കാർ വഴങ്ങിയത്. ജന്തർ മന്ദറിൽ ജൻസികളുടെ ആഘോഷത്തിമിർപ്പ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ ആഘോഷ തിമിർപ്പിൽ സമരവേദിയായ ജന്തർ മന്ദർ. സമരനായകനും CJP നേതാവുമായ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലായിരുന്നു സമരക്കാർ തടിച്ചുകൂടിയത്. നീറ്റ് പരീക്ഷാ തട്ടിപ്പിനെ തുടർന്ന് ജീവനൊടുക്കിയ കുട്ടികളുടെ പേര് അഭിജിത്ത് ഉറക്കെ വായിക്കുകയും കുട്ടികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. സമരവിജയം ജീവത്യാഗം ചെയ്ത കുട്ടികൾക്ക് സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 35 ദിവസം നീണ്ട സമരത്തിനൊടുവിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജി സമർപ്പിച്ചത്. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തോടെയാണ് സമരത്തിന് പുതുജീവൻ വെച്ചത്. പുണ്യം പൂങ്കാവനം പദ്ധതി തുടരുമെന്ന് സർക്കാർ. സസ്പെൻഷന് പിന്നാലെ ADGP MR അജിത് കുമാറിന് വീണ്ടും തിരിച്ചടി. ശബരിമലയിൽ നടപ്പാക്കിയിരുന്ന പുണ്യം പൂങ്കാവനം പദ്ധതിയിൽ നോഡൽ ഓഫീസർ P വിജയനെതിരെ അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് തള്ളി സർക്കാർ. P വിജയനെ ക്ലീൻ ചിറ്റ് നൽകിയ ഉത്തരവിൽ പുണ്യം പൂങ്കാവനം തുടരാനും അനുമതി നൽകി. ശബരിമലയിൽ പോലീസ് നടപ്പിലാക്കിയിരുന്ന പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. ശബരിമലയിലെ മാലിന്യമാറ്റവും ഭക്തജനങ്ങൾക്ക് നൽകുന്ന സേവനവും ഉൾപ്പെടെയാണ് പുണ്യം പൂങ്കാവനത്തിന്റെ ഭാഗമായിരുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിൽ P വിജയനാണ് ശബരിമലയുടെ ചുമതല. റിപ്പോർട്ട് നൽകിയ അജിത് കുമാർ സസ്പെൻഷനിലായതോടെയാണ് മുൻപ് നൽകിയ റിപ്പോർട്ട് സർക്കാർ തള്ളുകയും വിജയനെ ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തത്. ചിങ്ങം 1 കണ്ഠര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയായി ചുമതലയേൽക്കും. തന്ത്രി കണ്ഠര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയായി ചിങ്ങം 1 ചുമതലയേൽക്കും. ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനം തിങ്കളാഴ്ച ഹൈക്കോടതിയെ അറിയിക്കും. അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് അടങ്ങുന്ന സമിതിയാണ് ബ്രഹ്മദത്തിന് താന്ത്രിക വിദ്യയിൽ പ്രാഗൽഭ്യമുണ്ടെന്ന് വിലയിരുത്തിയത്. തന്ത്ര വിദ്യാപീഠത്തിലടക്കം പഠിച്ചിട്ടുണ്ടെന്നും അച്ഛനൊപ്പം ശബരിമലയിൽ സഹായിയായി പ്രവർത്തിച്ചെന്നും സമിതി ദേവസ്വം പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു.
തുടർന്നാണ് ഇന്ന് ചേർന്ന ബോർഡ് യോഗം അന്തിമ തീരുമാനമെടുത്തത്. മാസപ്പിടി കേസിൽ വീണയെ കുരുക്കി കൂടുതൽ തെളിവ് പുറത്ത്. നൽകാത്ത സേവനത്തിന് ഇൻവോയ്സ് നിർമ്മിച്ചത് ഐഫോണിൽ നിന്ന് കണ്ടെത്തൽ. വ്യാജ IT സേവനത്തിന്റെ കരാറും ഐഫോണിൽ കണ്ടെത്തി. കർത്തയുമായുള്ള ഇമെയിൽ ഇടപാടുകളും ഐഫോൺ വഴിയായിരുന്നു. സേവനങ്ങളെക്കുറിച്ചല്ല, പണമിടപാടുകളെക്കുറിച്ചാണ് ചർച്ചയെന്നും ED വ്യക്തമാക്കുന്നു. എക്സാലോജിക്കിനെ ഒഴിവാക്കിയപ്പോൾ CMRLന് വൻ നേട്ടമുണ്ടായി. വീണയുടെ പേരിൽ മറ്റൊരു കമ്പനിയും കൂടിയുണ്ടെന്നും ED കണ്ടെത്തി. ലേക്കർ ഇന്ത്യ കോർപ്പിൽ വീണ പാർട്ട്ണറാണ്. കോഴിക്കോടാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിണറായിയുടെ വീട്ടിലെ പരിശോധനയിലാണ് രേഖകൾ കണ്ടെത്തിയത്. KSRTC ബിസിനസ് ക്ലാസ് നിരത്തിലിറങ്ങുന്നു. KSRTC ബിസിനസ് ക്ലാസ് ബസ്സുകൾ ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും നിരത്തിലിറങ്ങാതെ കട്ടപ്പുറത്ത് തുടരുന്ന 2 ബിസിനസ് ക്ലാസ് ബസ്സുകൾ ഓഗസ്റ്റ് ആദ്യവാരം സർവീസ് ആരംഭിക്കും. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് വാങ്ങിയ ബസ്സുകൾ ഇനി ബാക്കിയുള്ളത് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ്. ബസ്സുകൾ നേരത്തെ നിശ്ചയിച്ച റൂട്ടിൽ തന്നെ സർവീസ് നടത്താനാണ് നിലവിലെ KSRTCയുടെ തീരുമാനം. കോടികൾ ചെലവഴിച്ചാണ് രാജ്യത്തെ ആദ്യമായി സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബിസിനസ് ക്ലാസ് ബസ്സുകൾ അവതരിപ്പിച്ചത്. പോലീസിനെ ആക്രമിച്ച കേസിൽ CPIM നേതാവ് VK നിഷാദിന് പരോൾ. പയ്യന്നൂർ പോലീസിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ശിക്ഷിക്കപ്പെട്ട CPIM കൗൺസിലർ VK നിഷാദിന് പരോൾ. ഹൈക്കോടതിയാണ് നിഷാദിന് പരോൾ അനുവദിച്ചത്. 5 ദിവസത്തേക്കാണ് നിഷാദിന് കോടതി അടിയന്തര പരോൾ അനുവദിച്ചത്. മാതാവിന്റെ ചികിത്സാർത്ഥമാണ് പരോൾ അനുവദിച്ചത്. 2025 നവംബർ 25-നാണ് VK നിഷാദിനെ കോടതി 20 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ കൊമ്മൽവയലിൽ നിന്നും ജനവിധി തേടിയാണ് നിഷാദ് വിജയിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമായിരുന്നു കേസിലെ വിധി വന്നത്. ആയതിനാൽ മത്സരത്തിന് അയോഗ്യത ഉണ്ടായിരുന്നില്ല. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനത്തിലാണ് കേസിൽ നിഷാദ് കുറ്റക്കാരനായി കണ്ടെത്തിയത്. ജയിലിൽ കിടന്നാണ് നിഷാദ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്.